അഡാസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമ്മളിപ്പോൾ ഇറങ്ങുന്ന പുതിയ വാഹനങ്ങളിലെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് അഡാസ് ഫീച്ചർ? നിങ്ങൾ ഒരു അഡാസ് ഫീച്ചർ ഉള്ള വാഹനം വാങ്ങോ, അഡാസ് ഫീച്ചർ ഇല്ലാത്ത വാഹനം വാങ്ങോ? ഒരുപാട് സംശയങ്ങളുള്ളൊരു സമയമാണ്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആദ്യം തന്നെ എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ള നമ്മുടെ ഹുണ്ടായുടെ അൽക്കസാർ വാഹനമാണ്. ഈ അൽക്കസാർ വാഹനത്തിന് അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സാണ് വരുന്നത്. അപ്പം അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് നമ്മളിപ്പം പൊതുവേ കേൾക്കുന്നുണ്ട്. എന്താണ് അഡാസ്? അഡ്വാൻസ് ഡ്രൈവിംഗ് അസിസ്റ്റ് സിസ്റ്റം, അതാണ് അഡാസിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അഡാസ് നമ്മൾ ഈ ബ്രൗഷേഴ്സും കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് 20 ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 15 ഫീച്ചേഴ്സോളം അഡാസിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ ഫീച്ചേഴ്സ്? നമുക്കൊന്ന് നോക്കാം, വാ. ആദ്യം തന്നെ ഞാൻ ഈ വാഹനത്തിൽ വന്ന് ഇരുന്നതിൻ്റെ കാര്യം, ഞാൻ ഇതിൻ്റെ സ്വിച്ചസ് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമുക്ക് ഈ ഒരു പോർഷനിൽ കാണുന്നതിൻ്റെ അഡാസ് ഫീച്ചേഴ്സ് വരുന്നത്, ഇത് ലെയിൻ കീപ്പ് അസിസ്റ്റ് ആണ് വരുന്നത്, ഇത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തിനാണ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ലെയിൻ കീപ്പ് അസിസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. നമ്മൾ ഈ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് റോഡുകളിൽ ലൈൻസ് കാണാൻ സാധിക്കും. ഇങ്ങനെ റോഡുകളിൽ ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാഹനം അത് ഡിറ്റക്റ്റ് ചെയ്യും. അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ക്യാമറ, അതായത് നമുക്ക് ഔട്ട്സൈഡിൽ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇതൊരു ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് റഡാറും കൊടുത്തിട്ടുണ്ട്. ഈ റഡാറും ക്യാമറ ബേസ്ഡ് വിഷ്വലും കൂടെ എടുത്ത് വാഹനം സെൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റോഡിൻ്റെ ലൈൻസ് നോക്കി സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് ആ രണ്ട് ലൈനിൻ്റെയും സെൻറ്ററിൽ കൂടെ തന്നെ ഈ വാഹനം വളരെ കൃത്യമായിട്ട് പോകും. അതിനെയാണ് ലെയിൻ കീപ്പ് അസിസ്റ്റ്. അത് നമുക്ക് വേണമെങ്കിൽ ഓൺ ചെയ്യാം, വേണ്ടെങ്കിൽ ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. കാരണം നമുക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യണം, നമുക്ക് ഒരു അഡാസിൻ്റെയും ഫീച്ചർ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം ഓഫ് ചെയ്യാം. ഇതിപ്പം ഇവിടെ ഒരു ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ലെയിൻ കീപ്പ് അസിസ്റ്റ്. ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. ലെയിൻ കീപ്പ് അസിസ്റ്റ് എനിക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ, അതായത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഹുണ്ടായിൽ ഈ ഫീച്ചറിനെ സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിൻ്റെ സ്പീഡ് ഡിറ്റക്ട് ചെയ്ത്, ഞാനിപ്പോൾ ഈ വാഹനം ക്രൂയിസ് കൺട്രോൾ ഒരു 55 കിലോമീറ്റർ സ്പീഡാണ് ഇട്ടിരിക്കുന്നത്, പക്ഷേ എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന വാഹനം ഒരു 30 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വാഹനം അത് സെൻസ് ചെയ്ത് ഈ വാഹനത്തിനെ 30 കിലോമീറ്റർ സ്പീഡിൽ മാത്രം ഡ്രൈവ് ചെയ്യിക്കത്തുള്ളൂ. ഫ്രണ്ടിൽ പോകുന്ന വാഹനം 30 ആണെങ്കിൽ ഇത് 30ക്ക് തൊട്ട് താഴെയായിരിക്കും, അതായത് ഏകദേശം ഒരു 27 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യത്തുള്ളൂ. അതായത് ഫ്രണ്ടിലുള്ള വാഹനമോ ഒബ്ജക്റ്റിനോ ഡിറ്റക്ട് ചെയ്ത് അതിൻ്റെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ഈ വാഹനത്തിൻ്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയാനും, നമ്മൾ സെറ്റ് ചെയ്തൊരു സ്പീഡിലോട്ട് ഫ്രണ്ടിലത്തെ വാഹനം സ്പീഡ് കൂട്ടി പോകുന്ന സമയത്ത് കൂടാനും വേണ്ടിയിട്ടാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ അഥവാ ഈ വാഹനത്തിൽ സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ എന്നൊരു ഫീച്ചറിൽ അറിയപ്പെടുന്നത്. അടുത്തൊരു ഫീച്ചറാണ് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ്. എന്താണ് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ, വാക്കിൽ തന്നെ നമുക്ക് ഫെമിലിയർ ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാഹനം ബ്രേക്ക് ചെയ്യും. പക്ഷേ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഹുണ്ടായുടെ ട്യൂസോൺ എന്ന് പറഞ്ഞൊരു വാഹനം ഡ്രൈവ് ചെയ്തപ്പം എനിക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായ ആ ഒരു ഫീച്ചർ കാരണമാണ്. ആ ഫീച്ചർ മിക്കവാറും നമ്മുടെ ഇവിടെ ഷോറൂംസിൽ നിന്ന് ഒരു വാഹനം തരുമ്പോഴാണല്ലോ ഓഫ് ചെയ്ത് ഇടാറുള്ളൂ, അല്ലെങ്കിൽ ആ വാഹനം ഈ ഒരു ഫീച്ചർ മിക്കവാറും എല്ലാവരും ഓഫ് ചെയ്തായിരിക്കും ഇടുന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ഒട്ടും തന്നെ സൂട്ടബിൾ അല്ല. കാരണം ഒരു കുഴിയൊക്കെ കണ്ടാലും നല്ല ഡെപ്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തു പോകും. പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ സഡൻ ബ്രേക്കിംഗ് ആയിരിക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ബാക്കിൽ നിന്നും വരുന്നൊരു വാഹനം ഒരിക്കലും ഇത് പ്രിപ്പയർഡ് ആയിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഫീച്ചർ നമുക്ക് ഇതിൽ ഓഫ് ചെയ്തിടാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതാണ് ഓട്ടോ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയും. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ മീറ്ററിൽ ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടു, ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പോർഷൻ, അതായത് ലെഫ്റ്റ് സൈഡിലെ മിററിലെ പോലും നമുക്ക് ശ്രദ്ധിക്കാതെ ബാക്കിൽ നിന്നും വാഹനങ്ങൾ വരുന്നുണ്ടോ, നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടുകൾ വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു ഫംഗ്ഷനാണ് ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ അഡാസിൻ്റെ തന്നെ ഒരു ഫീച്ചറാണ്.